ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ചേർക്കാത്ത ഒരു കറിയാണ്. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വേവിക്കാൻ വയ്ക്കുക. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ കളയരുത് കേട്ടോ. ഇനി നമ്മളൊരു പാൻ എടുക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടുണ്ടല്ലോ, ഇത് ഓപ്ഷനിലാണ്. മസാലക്കൂട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ജീരകം നമ്മൾ ഉറപ്പായിട്ടും ചേർക്കണം. ജീരകമൊക്കെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കിയെടുക്കുക. 1/2 ടീസ്പൂൺ ജീരകമാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നീട് ഉള്ളി കുനുകുന അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് അത് നല്ലപോലെ ഇളക്കുക. സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 തവി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞൊരു തവിയിൽ വേണം വെള്ളം എടുക്കുക. അത് ചേർത്ത് നല്ലപോലെ നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കുനുകുന അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ നമ്മൾ ഇളക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കണം. ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതിയാകും. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കുക. അതിലേക്ക് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഇത് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഇതിലോട്ട് നമ്മൾ ഈ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ വേവിച്ചെടുക്കുക. നല്ലപോലെ നമ്മൾ കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. പുളി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലാത്ത പക്ഷം അത് ഒഴിവാക്കാം. ഇതാ നമ്മളുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.